ഹായ്, കടൽ മച്ചാനെ റിലേറ്റ് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് വന്ന ഒരു കമൻ്റാണ് ഇതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിവിടെ ചേർത്ത് വയ്ക്കുന്നു. എന്തുകൊണ്ട് ഈ ഒരു കമൻറ്റ് ഞാനിവിടെ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല പ്രാവശ്യമായി പല രീതിയിൽ പല വൃത്തികെട്ട രീതിയിലുള്ള ആക്രമണങ്ങളും നേരിടുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയാണ് നമ്മളടുത്ത് പറയുന്നത്. ഇത് കടൽ മച്ചാൻ്റെ സ്റ്റെപ്പിനികളാണോ അതോ ഇനി നമ്മുടെ ശത്രുക്കളാണോ എന്നറിയത്തില്ല. എന്തു തന്നെ ആയാലും അവനവൻ്റെ വീട്ടിൽ അവനവൻ ചെയ്യുന്ന കാര്യമല്ലേ മറ്റൊരാളുടെ തലയിൽ അടിച്ചു കേൾപ്പിച്ച് വെക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നി. ഇത്തരത്തിലുള്ള ബാഡ് കമൻറ്റ്സ് എഴുതുന്നവർക്കാണ് ഞാൻ ഇടയ്ക്കിട്ട് 2 താങ്ങ് കൊടുക്കുന്നത്. അനിവാര്യമായ 2 എരന്ന് വാങ്ങിക്കുന്നവരാണിത്. എൻ്റെ ഫേസ്ബുക്കിലൊന്നും ഞാനൊന്നും മറുപടി പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുക്കൂറണം പ്രശ്നം. നമ്മൾ തിരിച്ചൊരു കമൻ്റ് എഴുതി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി വരും. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം തീരെ അങ്ങ് മൗനമായി ഇരിക്കുന്നു എന്നല്ല. നീയൊക്കെ എന്ത് എഴുതിയിടുന്നോ, നീയൊക്കെ എത്ര മോശത്തോളം പറയുന്നോ, അതെല്ലാം ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. അതിൽ കൂടുതൽ വ്യക്തതയായിട്ട് എനിക്കൊന്നും പറയാനൊക്കത്തില്ല. പലരുടെയും കമൻറ്റ് കാണാം, നീ എല്ലാവരെയും കുറ്റം പറഞ്ഞ് ജീവിക്കുന്നു, നീ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ. ഈ പറയുന്നവന്മാർ അവിടെ വന്ന് പറയുന്ന ആരുടെ കുറ്റമാണ്? എൻ്റെ കുറ്റമല്ലേ? എന്നെ ഇവർക്ക് നേരത്തെ അറിയുമോ? എന്തെങ്കിലും അറിയുമോ? ഈ പറയുന്ന മീഡിയ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചില ന്യൂസുകൾ നമുക്ക് കിട്ടിയാൽ അതിനെപ്പറ്റി നമുക്ക് പറയേണ്ടി വരും. തർക്കബുദ്ധിയോടെ തിരിച്ചു പറയുന്നവർ ആശയം വെച്ച് പറഞ്ഞാൽ ഓക്കെ. പകരം ഇത്തരത്തിലുള്ള വൾഗർ കമൻറ്റ് വെച്ചിട്ട് മറുപടി പറയുന്ന രീതിയുണ്ട്. 10,000-ന് മേലെ ഫോളോവേഴ്സുള്ള ഒരു വൃത്തികെട്ടവൻ വന്നിട്ട കമൻ്റാണിത്. ഞാൻ കൂടുതലൊന്നും അവനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയെ വിളിക്കുന്ന തെറിയാണ് അവ അവിടെ വന്ന് എഴുതി വെച്ചിരിക്കുന്നത്. തിരിച്ച് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സുക്കൂർ അണ്ണൻ നമുക്കിട്ട് താങ്ങാത്ത കണക്കുള്ള കമൻ്റൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കാറുണ്ട്. പലതും ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം ഒരുത്തനെ വളർത്തിയതിൻ്റെ ദോഷമാണ് ആ കാണുന്നത്. അത് തന്നെയാണ് അവൻ്റെ കമൻറ്റിൽ കൂടെ അവൻ്റെ വാക്കുകളിൽ കൂടെയും വെളിവാകുന്നത്. ഇനി അതിനൊക്കെ കമൻറ്റ് ബാക്ക് കൊടുത്ത് വെറുതെ നമ്മളെ ചാനലിൽ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി എടുക്കണമെന്നുള്ളത് എൻ്റെ ഒരു ചോദ്യം. ഇനി കടൽ മച്ചാൻ്റെ ഇഷ്യൂവിൽ ഇത്രയും നൊന്ത ഒരു വ്യക്തിയോട് എൻ്റെ ഒരു ചോദ്യം, നിന്റെ വീട്ടിലുള്ള ഒരു പെൺകുട്ടിയോടാണ് അവൻ ഇതുമാതിരി ഒരു തോന്നിവാസം കാണിച്ചെങ്കിൽ നീ മിണ്ടാതിരിക്കുന്നു? അവൻ്റെ പേഴ്സണൽ കാര്യം തന്നെയാണ്, തർക്കമില്ല. അവൻ്റെ പേഴ്സണൽ കാര്യം എങ്ങനെ പബ്ലിക്കിൽ വന്നു? അപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്. പലരുടെയും ന്യായവാദങ്ങൾ ഞാൻ കണ്ടു. അതൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അയ്യോ, അതിന് തർക്കമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരൻസും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളിങ്ങനെ ആകുന്നത്. നിങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണെന്നർത്ഥം. അതുകൊണ്ട് പബ്ലിക് പ്ലേസിൽ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? മറ്റുള്ളവർ കാണുന്ന തരത്തിൽ ഇത് അയച്ചു കൊടുക്കണമെങ്കിൽ അതൊരു തരം വൈകൃതമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എന്തിന് അത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. അത് മാത്രവുമല്ല, ആ പയ്യൻ ആദ്യം മുതലേ തന്നെ കളവുകളുടെ ഒരു കൊട്ടാരം ഉണ്ടാക്കി വെച്ച പയ്യനാണ്. അതുകൊണ്ടാണ് അത് ചൂണ്ടിക്കാണിച്ചത്. അതിനകത്ത് ഞാൻ വ്യക്തമായി കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ് അതൊന്നും മനസ്സിലാക്കാത്ത കണക്ക് വന്ന് കമൻ്റ് ഇടുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിരിക്കണം. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ചുമ്മാ കയറിയെങ്കിൽ ഇൻഫ്ലുവൻസർ ആകാൻ ഒക്കത്തില്ല. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കാത്ത പക്ഷം അത്തരത്തിൽ എന്തെങ്കിലും വൃത്തികേടുകൾ കാണിച്ചാൽ അത് എത്ര ഫോളോവർ ഉള്ളവനാണെങ്കിലും അവനെ പറ്റി പറയണം. അത് ഓരോരുത്തരുടെ ഉത്തരവാദിത്വ ബോധമാണ്. ആ ഉത്തരവാദിത്വ ബോധമാണ് ഞാനവിടെ കാണിച്ചത്. ആ പയ്യൻ അനാവശ്യമായ ഒരു വിഷയത്തിൽ ഇടപെട്ടു. തന്നെക്കാൾ എത്രയോ മുതിർന്ന ഒരാളെടുത്ത് പോയി ബാർഗെയിൻ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അത് സോൾവ് ചെയ്യാനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീർക്കാനും ഒക്കെ ഒരു ശ്രമവും പുള്ളിക്കാരൻ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി അവനുണ്ടോ? എന്താണ് കപ്പാസിറ്റിയുടെ മാനദണ്ഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ അത്തരത്തിലുള്ള വൃത്തികേടൊന്നും ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കണം. ഇവൻ ആദ്യം മുതലേ കണ്ടുവരുന്ന ഒരു കാര്യമാണ് നിഷേധാത്മകമായ രീതിയിൽ അവൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പോലും ഇപ്പം ബിഹേവ് ചെയ്യണം. എത്രയോ പേര് കംപ്ലൈൻറ്റ് ചെയ്തു. എവിടെയും ഇടിച്ചു കയറി ചെന്നിട്ട് താൻ അവിടുത്തെ ആ മറ്റേയാളാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്തുന്ന ഒരു ടേമും ഉണ്ടായി. ആകെ മൊത്തത്തിൽ അവൻ കാണിക്കുന്ന പേക്കൂത്താണ് നമ്മളെടുത്ത് കാണിച്ചത്. അത് വിലക്കേണ്ടത് ഒരു അമ്മയുടെ അധികാരമാണ്. അമ്മ ചെയ്യേണ്ടതാണ്, അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാത്തത് പറയുമ്പോൾ എൻ്റെ മകനെയും ചേർത്ത് ഈ പോക്കൃത്തരം പറഞ്ഞപ്പം നിൻ്റെ മകൻ നന്നായി എന്നാണോ? ഇത് ഇവൻ്റെ കൂലിപ്പട്ടാളം കൊണ്ടുവന്നിട്ട കമൻ്റാണ്. ആ കൂലിപ്പട്ടാളത്തിനോടാണ് ഞാൻ പറയണത്, അവൻ്റെ സംസ്കാരം നിങ്ങളിൽ ചേർന്നിട്ടുണ്ടെന്നുള്ള തെളിവാണ് ഇത്തരത്തിലുള്ള വൾഗറായിട്ടുള്ള ഒരു മെസ്സേജ് എനിക്ക് കൊണ്ടുവന്ന് വെച്ചത്. ഞാനൊന്നും മിണ്ടാൻ പോയിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കൽ തന്നെ കംപ്ലൈൻറ്റ് കൊടുത്തു, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഇട്ടവനിക്കുള്ള പണിയും കിട്ടും. താമസിയാതെ കിട്ടിക്കോളും. എന്ത് പോക്കൃത്തരവും എഴുതി വെക്കാം, ആരും പ്രതികരിക്കില്ല എന്നൊരു തോന്നലിലാണ് ഇത്തരം പച്ച പോക്കൃത്തരങ്ങൾ ചിലവന്മാർ കാണിക്കുന്നത്. കമൻറ്റ്
ഇടുന്ന ID ഏത് നമ്പർ ഉപയോഗിച്ച് വെക്കുന്നോ, ഏത് ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിക്കുന്നോ അവരെ ട്രേസ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എന്തായാലും ഒരുപാടൊന്നും മെനക്കെടാൻ പോകാറില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സിസ്റ്റത്തിൽ ഇതിന് വലിയ കാര്യമായിട്ടുള്ള പണിഷ്മെൻ്റ് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പിറകെ പോകാത്തത്. അതിൻ്റെ അർത്ഥം അങ്ങ് തീർത്തും അവഗണിക്കും എന്നുള്ളതല്ല. കണ്ടെത്തി FIRൽ നമ്മൾ ഉറച്ചു നിന്നാൽ നല്ല പണിയും കിട്ടും. എന്തിനീ മെനക്കെട്? അത്രയും മെനക്കെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അറസ്റ്റും പിന്നെ ഒരു ഫൈനും മാത്രം കിട്ടുന്ന ഒരു പണിഷ്മെൻ്റ് ആയതുകൊണ്ടാണ് നിർബാധം ഇത് ചെയ്യുന്നത്. പുതിയ ന്യായ സംഹിതയിൽ ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ജയിൽവാസം ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ അർത്ഥതലങ്ങൾ അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി കമൻറ്റ് പറയുന്നില്ല. പക്ഷേ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ കമൻറ്റ് എഴുതിയ പ്രിൻസ് ജേക്കബ് ജോസഫ് എന്ന് പറയുന്നത് ഇവിടെയുള്ള മറ്റേ പടക്കം ജോസഫിൻ്റെ മകളാണോ എന്നൊരു ഡൗട്ട് എനിക്കില്ലാതില്ല. ആണെങ്കിൽ പടക്കം ജോസഫ് ചെയ്യുന്ന കാര്യമാണ് മകൾ അവിടെ വന്ന് ഷെയർ ചെയ്ത് വെച്ചതെന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. താങ്ക് യു.